നമസ്കാരം. കേരള മീഡിയ അക്കാദമി അവതരിപ്പിക്കുന്ന മാധ്യമജാലകം 379 എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയുടെ 5 പതിറ്റാണ്ട് കാലത്തെ ചരിത്രം ലോകത്തിനു മുന്നിലെത്തിച്ച പ്രമുഖ മാധ്യമ പ്രവർത്തകൻ സർ മാർക്ക് ടെള്ളി ഇനി ഓർമ്മ. BBC-യുടെ മുൻ ഡൽഹി ബ്യൂറോ ചീഫായിരുന്ന അദ്ദേഹം സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ നിർണായകമായ പല മാറ്റങ്ങൾക്കും സാക്ഷിയായിരുന്നു. 1971 ബംഗ്ലാദേശ് യുദ്ധം, അടിയന്തരാവസ്ഥ, ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ, ഇന്ദിരാഗാന്ധി വധം തുടങ്ങി സ്വതന്ത്ര ഇന്ത്യ കണ്ട നിർണായക നിമിഷങ്ങളെല്ലാം ലോകം അറിഞ്ഞത് അദ്ദേഹത്തിന്റെ ശബ്ദത്തിലൂടെയായിരുന്നു. പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ മാർക്ക് ടെള്ളിയെ കുറിച്ച് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ സംസാരിക്കുന്നു. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയുടെ വസതിയിൽ സ്വന്തം അംഗരക്ഷകരുടെ വെടിയേറ്റ് മരിച്ചു വീണ വാർത്ത അത് ഇന്ത്യയിൽ ഏറെ മണിക്കൂറുകൾ തമസ്കരിക്കപ്പെട്ടു. നമ്മുടെ ദൂരദർശനോ അല്ലെങ്കിൽ PTI എന്ന വാർത്താ ഏജൻസിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാധ്യമ സ്ഥാപനമോ ആ വാർത്ത അറിയുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തില്ല. അതിന് കാരണം അന്ന് കൽക്കട്ടയിലായിരുന്ന രാജീവ് ഗാന്ധി തിരിച്ച് ഡൽഹിയിൽ എത്തുന്നതുവരെ ആ വാർത്ത പുറത്തുവിടരുത് എന്ന രാഷ്ട്രീയ തീരുമാനം ഉണ്ടായതുകൊണ്ടാണ്. കൽക്കട്ട വിമാനത്താവളത്തിൽ രാജീവ് ഗാന്ധിയുടെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഇന്ദിരാഗാന്ധി ഗുരുതരാവസ്ഥയിലാണ് എന്നാണ്. അപ്പോൾ രാജീവ് ഗാന്ധി നൽകിയ മറുപടി, ഇല്ല, ഞാൻ BBC-യിൽ മാർക്ക് ടെള്ളിയുടെ വാർത്ത കേട്ടു, അമ്മ മരിച്ചിരിക്കുന്നു എന്നാണ്. അതാണ് മാർക്ക് ടെള്ളി. ഏത് ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ നിന്ന് വാർത്ത മറച്ചു വെച്ചാലും അത് മനസ്സിലാക്കുന്നതിനും സന്ദർഭോചിതമായി റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള പ്രാപ്തി മാർക്ക് ടെള്ളി എന്ന റേഡിയോ ജേർണലിസ്റ്റിനെ ഇന്ത്യയിൽ മാത്രമല്ല ഏഷ്യ മുഴുവൻ, ഈ സൗത്ത് അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലൊക്കെ അറിയപ്പെടുന്ന, അവരെല്ലാം ആദരവോടെ കാണുന്ന, ശ്രോതാക്കൾ ആദരവോടെ കാണുന്ന ഒരു ജേർണലിസ്റ്റാക്കി മാറ്റി. അദ്ദേഹം 90-ാമത്തെ വയസ്സിൽ കഴിഞ്ഞ ദിവസം അന്തരിച്ചു. ഇന്ത്യയിൽ ജനിച്ച, ഇന്ത്യയിൽ ജീവിച്ച, ഇന്ത്യയിൽ മരിച്ച മാധ്യമപ്രവർത്തകനാണ് മാർക്ക് ടെള്ളി. അദ്ദേഹത്തിൻ്റേത് ആധികാരികതയുള്ള ശബ്ദമായിരുന്നു. വോയിസ് ഓഫ് ഇന്ത്യ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാമായിരുന്നു. ആ പ്രവർത്തന രീതി അങ്ങനെയായിരുന്നു. ഇന്ത്യയിൽ നടന്ന ഒട്ടേറെ സംഭവങ്ങൾ, ചരിത്ര പ്രാധാന്യം നേടിയ സംഭവങ്ങൾ, അത് നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള അവസരം മാർക്ക് ടെള്ളിക്ക് ലഭിച്ചിട്ടുണ്ട്. 1994 വരെ അദ്ദേഹം BBC-യുടെ, ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ്റെ ഡൽഹിയിലെ ബ്യൂറോ ചീഫ് ആയി പ്രവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം വിശ്വസനീയമായ ശബ്ദം എന്നുള്ളതായിരുന്നു. ഏത് മാധ്യമത്തിനും ഏത് മാധ്യമ പ്രവർത്തകനും ആവശ്യം വേണ്ടതായ ഗുണം വിശ്വാസ്യത, ക്രെഡിബിലിറ്റി ആണ്. അത് അങ്ങേയറ്റം ഉണ്ടായിരുന്ന ആളായിരുന്നു മാർക്ക് ടെള്ളി. അദ്ദേഹം 22 വർഷക്കാലം ഇന്ത്യയിൽ മാധ്യമ പ്രവർത്തനം നടത്തി. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ പല സംഭവങ്ങളും, പാകിസ്ഥാനിൽ ഭുട്ടോയുടെ വധം, 1965 പാകിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ യുദ്ധം, ബംഗ്ലാദേശ് സ്ഥാപിതമാകുന്ന 1971 ഇൻഡോ പാക് യുദ്ധം, അഫ്ഗാനിസ്ഥാനിലെ സോവിയറ്റ് അധിനിവേശം, അമൃത്സറിൽ നടന്ന ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ, ഭിന്ദ്രൻവാലയെ കീഴ്പ്പെടുത്തിയ സംഭവം, ബാബറി മസ്ജിദ്, അന്ന് അവിടെ ആ മസ്ജിദ് തകർത്ത സംഭവം, അതൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ, വിശ്വാസ്യതയോടെ റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞ റേഡിയോ ജേർണലിസ്റ്റ് ആയിരുന്നു മാർക്ക് ടെള്ളി. അയോധ്യയിൽ അന്ന് അയോധ്യയിലെല്ലാം പരസ്യമായിരുന്നെങ്കിലും മാധ്യമങ്ങളെ അകറ്റി നിർത്തിക്കൊണ്ട് നടന്നൊരു ഓപ്പറേഷനായിരുന്നു. അവിടെ മാർക്ക് ടെള്ളിയെ അവരൊരു മുറിയിൽ പൂട്ടിയിട്ടു, വാർത്ത പുറത്തു പോകാതിരിക്കുന്നതിന് വേണ്ടി. അങ്ങനെയൊക്കെ ചില വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തനം നടത്തിയ ആളായിരുന്നു മാർക്ക് ടെള്ളി. അദ്ദേഹത്തിന് ഇന്ത്യയിൽ പത്മശ്രീ, പത്മഭൂഷൺ എന്നീ രാഷ്ട്ര ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട്.
അടിയന്തരാവസ്ഥക്കാലത്തും അദ്ദേഹം ഇന്ത്യയിലുണ്ടായിരുന്നു. അടിയന്തരാവസ്ഥക്കാലത്ത് അദ്ദേഹം നൽകിയ ചില റിപ്പോർട്ടുകളുടെ പേരിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള നിർദ്ദേശം അന്ന് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ ആയിരുന്ന IK ഗുജറാളിന് ലഭിച്ചു. ആരെയും അറസ്റ്റ് ചെയ്യുന്നതിനുള്ള ജോലി അത് തൻ്റേതല്ല, അത് ആഭ്യന്തരമന്ത്രിയുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗുജറാൾ ആ നിർദ്ദേശം അനുസരിച്ചില്ല. അതിൻ്റെ ഫലമായി IK ഗുജറാളിന് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് വകുപ്പ് നഷ്ടപ്പെട്ടു. പകരം VC ശുക്ല INB മന്ത്രിയായി. പിന്നീട് അടിയന്തരാവസ്ഥക്കാലത്ത് നടന്നിട്ടുള്ള കാര്യങ്ങൾ ഗീബൽസിനെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ചില പ്രവൃത്തികൾ, അതൊക്കെ അടിയന്തരാവസ്ഥയുടെ ചരിത്രം പറയുമ്പോൾ അതിൻ്റെ ഭാഗമായി പറയാവുന്നതും പറയുന്നതുമായ ചരിത്രം തന്നെയാണ്. ചരിത്രത്തിൻ്റെ സാക്ഷി ആകുക എന്നതൊരു മാധ്യമ പ്രവർത്തകനെ സംബന്ധിച്ച് ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. നമ്മൾ ജേർണലിസത്തെക്കുറിച്ച് പറയുന്നത് ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഓഫ് ഹിസ്റ്ററി എന്നാണ്. ഒരു ജേർണലിസ്റ്റ് കാണുന്നത്, അയാൾ റിപ്പോർട്ട് ചെയ്യുന്നത്, അയാൾ അന്നത്തെ ആവശ്യത്തിന് വേണ്ടി തൻ്റെ മാധ്യമ സ്ഥാപനത്തിന് നയങ്ങൾക്കൊക്കെ അനുസൃതമായി നൽകുന്ന റിപ്പോർട്ട്, അത് വാസ്തവത്തിൽ നാളെ ചരിത്രമാവുകയാണ്. ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ടള്ളിയുടേതായി അദ്ദേഹത്തിന് കവർ ചെയ്യാൻ അവസരം കിട്ടിയ സംഭവങ്ങൾ, ഈവൻസ് കുറെ ഞാൻ പറയുകയുണ്ടായി. അതെല്ലാം ഇപ്പോൾ ചരിത്രമാണ്. പക്ഷെ ആ ചരിത്രം ഇവോൾവ് ചെയ്യുമ്പോൾ അവിടെ സന്നിഹിതനാകുന്നതിന്, അതിന് സാക്ഷിയാകുന്നതിന്, ചരിത്രത്തിൻ്റെ ആ കരട് രൂപം, അതുപോലെ ഫസ്റ്റ് ഡ്രാഫ്റ്റ്, അത് വാർത്താ രൂപത്തിൽ എഴുതുന്നതിന്, അവതരിപ്പിക്കുന്നതിന് ഒക്കെയുള്ള അവസരം, അത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വോയിസ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ശബ്ദം എന്ന് വിശേഷിപ്പിച്ചത്. പലതരത്തിൽ നമുക്ക് അനുകരണീയമായ ശൈലിയും രീതിയും ഒക്കെയായിരുന്നു മാർക്ക് ടള്ളിയുടേത്. തൻ്റെ വാർത്ത ശേഖരിക്കുന്നതിനുള്ള ആ സാഹസികത, അത് അവതരിപ്പിക്കുന്നതിനുള്ള ചാരുത, അത് വിശ്വസനീയമായ രീതിയിൽ അവതരിപ്പിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. മാർക്ക് ടള്ളി BBC-യിൽ പറഞ്ഞെങ്കിൽ അത് സത്യം. അതുകൊണ്ടാണ് അമ്മയുടെ മരണവാർത്ത തന്നിൽ നിന്ന് മറച്ചു വെച്ച ഉദ്യോഗസ്ഥന്മാരോട് കൽക്കട്ട വിമാനത്താവളത്തിൽ വിമാനം കാത്തിരുന്ന രാജീവ് ഗാന്ധി പറഞ്ഞത്, മാർക്ക് ടള്ളിയുടെ വാർത്ത പറയുന്നത് ഞാൻ കേട്ടു. അതിൻ്റെ കയ്യിലൊരു ട്രാൻസിസ്റ്റർ റേഡിയോ അന്നുണ്ടായിരുന്നു. അത് മാർക്ക് ടള്ളി പറഞ്ഞു എങ്കിൽ പിന്നെ അതിന് കൂടുതൽ കൺഫർമേഷൻ ആവശ്യമില്ല. അങ്ങനെയുള്ള ഒരു ധീരനായ, സാഹസികനായ, കുശലനായ, സർഗാത്മകത തുളുമ്പി നിൽക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനെയാണ് ഇന്ത്യക്ക് മാർക്ക് ടള്ളിയുടെ നിര്യാണത്തോടെ നഷ്ടമായിരിക്കുന്നത്. ചലച്ചിത്ര പ്രവർത്തകൻ, എഴുത്തുകാരൻ, പത്രപ്രവർത്തകൻ എന്നീ നിലകളിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് G. പ്രജേഷ് സെൻ. 2017 ക്യാപ്റ്റൻ എന്ന ചിത്രമാണ് അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ ആദ്യമായി പുറത്തിറങ്ങിയത്. സംവിധായകൻ G. പ്രജേഷ് സെന്നുമായി കേരള മീഡിയ അക്കാദമി വിദ്യാർത്ഥി അഖില നടത്തിയ അഭിമുഖം കാണാം. നമസ്കാരം. നമ്മളോടൊപ്പം എന്നുള്ളത് സംവിധായകനും ജേർണലിസ്റ്റും എഴുത്തുകാരനുമായിട്ടുള്ള ശ്രീ പ്രജേഷ് സെന്നാണ്. നമസ്കാരം സാർ. നമസ്കാരം. അപ്പൊ സാർ എന്ന് പറയുമ്പോൾ മാധ്യമ പ്രവർത്തകനാണ്, എഴുത്തുകാരനാണ്, സംവിധായകനാണ്. അപ്പോൾ എങ്ങനെ നോക്കുകയാണെങ്കിൽ കരിയറിന്റെ ഈ ഒരു വളർച്ച നോക്കുന്ന സമയത്ത് ആദ്യം ചെയ്ത ജോലി എന്ന് പറയുന്നത് മാധ്യമ പ്രവർത്തനമാണ് അല്ലെ? അപ്പോ സാറിന്റെ ആ ഒരു കരിയർ ചൂസ് ചെയ്യാനുള്ള ഒരു പ്രേരണ എന്തായിരുന്നു? ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മുത്തശ്ശൻ കൊണ്ടുവന്നൊരു റേഡിയോയിലൂടെയാണ് ലോകം കണ്ടത്. അപ്പോൾ അതാണ് എൻ്റെ ലോകത്തേക്കുള്ള വിൻഡോ എന്ന് പറയുന്നത്. അത് കേട്ട് അപ്പോൾ എനിക്ക് റേഡിയോ സ്റ്റേഷനിൽ ജോലി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായി, അല്ലെങ്കിൽ അവിടെ പോകണം എന്ന് കാണണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായി. അങ്ങനെയാണ് ഞാൻ ശരിക്കും റേഡിയോയിലേക്ക് എത്തപ്പെടുന്നത്. പക്ഷേ ആ ഒരു കുട്ടിക്കാലത്ത് തന്നെ എൻ്റെ വളർച്ചയിൽ തന്നെ എപ്പോഴും പത്രം വായിക്കാനായിട്ട് വീട്ടിൽ അമ്മാവനൊക്കെ ഭയങ്കരമായിട്ട് നിർബന്ധിച്ച് നമ്മളെ കൊണ്ട് പത്രം വായിപ്പിച്ചിരുന്നു. അങ്ങനെ വായിക്കുന്ന സമയത്താണ് ഇതിൻ്റെ പിന്നാമ്പുറത്തിലെ ജോലിയെക്കുറിച്ച്, അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നാമ്പുറത്ത് ഇവർ ചെയ്യുന്ന എന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ടാണ് ഞാൻ റേഡിയോയിലൊക്കെ പോയി. അങ്ങനെയാണ് ശരിക്കും ഞാൻ എന്നെ ഗ്രാജുവലി പത്രപ്രവർത്തകനായി എത്തിപ്പെട്ടതാണ്. അല്ലെങ്കിൽ ഫോക്കസ്ഡ് ആയിട്ട് ഇത് തന്നെ പഠിച്ച് എത്തും എന്ന് വാശിയിൽ വന്നൊന്നുമല്ല, എൻ്റെ ആഗ്രഹം കൊണ്ട് ആ സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടതാണ്.
ഏതൊരു പോയിന്റിൽ നിന്നാണ് സിനിമയിലോട്ട് ചുവട് മാറ്റം വരുന്നത്, അതും സംവിധായകന്റെ വേഷത്തിലേക്കാണ് വരുന്നത്? ഞാൻ പത്രത്തിൽ 10 വർഷം വർക്ക് ചെയ്തു. അപ്പം വർക്ക് ചെയ്യുന്നതിനിടയിൽ ആണ് ഞാൻ ഈ പറയുന്ന VP സത്യേട്ടൻ്റെ സിനിമ എഴുതുന്നത്. അത് എഴുതാനുള്ള കാരണം അദ്ദേഹത്തെക്കുറിച്ചുള്ള വാർത്ത ശേഖരിക്കുന്നതിലും അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഒരു അനുഭവ കഥ എഴുതുകയൊക്കെ ചെയ്തപ്പോഴാണ് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ അന്വേഷിച്ചു പോയത്. അനന്ത ചേച്ചിനെ, സത്യേട്ടൻ്റെ വൈഫിനെ ഇൻ്റർവ്യൂ ചെയ്തു. ആ ഇൻ്റർവ്യൂവിൽ നിന്ന് അതൊരു വലിയ കഥയാണെന്നും അല്ലെങ്കിൽ അത് കുറച്ചുകൂടി വലിയ ക്യാൻവാസിൽ പറയേണ്ടതാണെന്ന് തോന്നിയിട്ടാണ് ഞാനത് തിരക്കഥ എഴുതിയാലോ എന്ന് ആലോചിച്ച് അങ്ങനെയാണ് തിരക്കഥ എഴുതുന്നത്. ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ അല്ലെങ്കിൽ സിനിമയുടെ സാങ്കേതികത ഒന്നും അറിയാതെ അങ്ങ് എഴുതി തുടങ്ങിയതാണ്. എഴുതി കുറേയൊക്കെ ശ്രമിച്ചു നോക്കി. പക്ഷേ നമുക്ക് പല ഇടങ്ങളിലും നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് അത് സിനിമ ആവാതെ കുറേ കാലം ഇരുന്നത്. അത് ടെക്നിക്കലി നമുക്കറിയാത്തത് കൊണ്ടും അല്ലെങ്കിൽ സിനിമ അത്രത്തോളം നമ്മളെ കൊണ്ട് പറ്റാത്തത് കൊണ്ടാണ്. എഴുത്തിലെ നമ്മുടെ കോൺഫിഡൻസ് കുറവുണ്ട്. അങ്ങനെ പല പല ഇടങ്ങളിൽ പറഞ്ഞ് ഒടുവിലാണ് ഞാൻ സംവിധായകൻ സിദ്ദിഖിനോടൊപ്പം എനിക്കൊരു അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാനൊരു അവസരം കിട്ടി. എഴുത്തിൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തു. സ്ക്രിപ്റ്റിൻ്റെ പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇങ്ങനെ ഡയറക്ഷൻ സമയത്ത് ഞാൻ കൂടെ നിന്നോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ പുള്ളിയുടെ കൂടെ ഒരുപാട് പേര് സംവിധാന സഹായികളുണ്ട്, വർഷങ്ങളായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. എന്നാലും ഞാൻ കൂടി നിന്നോട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ അദ്ദേഹം എന്നെ നിർത്തി. അവിടെ നിന്ന് കണ്ടു പഠിക്കാൻ ശ്രമിച്ചുള്ള പഠനമാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഞാൻ ടെക്നിക്കലി പഠിച്ചിട്ടൊന്നുമില്ല സിനിമ. ശരിക്കും പറഞ്ഞാൽ പത്രഭാഷയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് തിരക്കഥ എന്ന് പറയുന്നത്. അപ്പോ സിനിമയായിട്ട് യാതൊരു ബാക്ക്ഗ്രൗണ്ടും ബന്ധവും ഇല്ലാതെ തിരക്കഥ എഴുതാനുള്ള ഒരു വെല്ലുവിളിനെ എങ്ങനെയാണ് മറികടക്കാൻ പറ്റിയത്? ശരിക്കും ഞാനിത് ചെയ്യണം, എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഗട്സ് എവിടെ നിന്നായിരുന്നു? അത് ശ്രമിച്ചു നോക്കിയതാണ്. ഒറ്റയടിക്ക് ഒരു ദിവസം രാവിലെ തിരക്കഥ എഴുതാമെന്ന് വിചാരിച്ച് വന്നതല്ല, പരിശ്രമിച്ചുകൊണ്ടാണ് എഴുതിയത്. പിന്നെ എനിക്ക് പക്ഷേ ഞാൻ ഫീച്ചറിൽ വർക്ക് ചെയ്തിരുന്നു. മാധ്യമത്തിൻ്റെ വീക്കിലിയിലും സൺഡേയിലും ഒക്കെ വർക്ക് ചെയ്തപ്പോൾ ഒരുപാട് ഫീച്ചറുകൾ എഴുതാൻ, ഹ്യൂമൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറികൾ എഴുതാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് എൻ്റെ എഴുത്തിൻ്റെ സ്റ്റൈല് അങ്ങനെ മാറിയിരുന്നു. ഞാൻ സിദ്ദിഖ് സാറിനോടൊപ്പം പരിചയപ്പെട്ട് വർക്ക് ചെയ്യാൻ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ പോലെ അദ്ദേഹം ഇങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ട് പോയിരുന്ന് എഴുതി കുറേ അദ്ദേഹം പറഞ്ഞ അനുഭവങ്ങൾ എഴുതി കൂട്ടിയിട്ട് ഞാനത് കാണിച്ചു. വായിച്ച് കേൾപ്പിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, രസമുണ്ട്, ഭയങ്കര വിഷ്വലുണ്ട് ഈ എഴുത്തിനകത്ത്, കൊള്ളാം, നിങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് സിനിമയിൽ തിരക്കഥാകൃത്തൊക്കെ ആവാൻ പറ്റും എന്നുള്ള രീതിയിൽ എന്നെ നന്നായി മോട്ടിവേറ്റ് ചെയ്തത് സിദ്ദിഖ് സാറാണ്. അദ്ദേഹമാണ് ഒരുപക്ഷെ ഞാൻ എഴുതിയതിനകത്ത് ഭംഗിയുണ്ടെന്ന് അംഗീകരിച്ചൊരു മനുഷ്യൻ. അങ്ങനെ അതെനിക്ക് വലിയ കോൺഫിഡൻസ് ആയി. അങ്ങനെയാണ് ഞാൻ എഴുതാൻ വന്നത്. നന്നായി വായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ആ കാലത്ത്. പിന്നെ സിനിമകളൊക്കെ കാണാൻ കുട്ടിക്കാലത്തെ ഭാഗ്യം കിട്ടിയിരുന്നു. അങ്ങനെയൊക്കെയാണ് സിനിമ ആയത്. ഇപ്പൊ സിദ്ദിഖ് സാറിനെ പറ്റി പറഞ്ഞതുകൊണ്ട് പറയാണ്, സിദ്ദിഖ് സാർ ഇപ്പൊ നമ്മുടെ ഒപ്പം ഇല്ല, എന്നാലും ഇപ്പൊ സിദ്ദിഖ് സാറിന്റെ ഒരു ജോണർ നമുക്കറിയാം അല്ലേ? നമുക്ക് വളരെ ഹാസ്യം കൈകാര്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു സിനിമകളാണ് സിദ്ദിഖ് സാർ എന്ന് പറയുന്നത്. അപ്പൊ സിദ്ദിഖ് സാറിനെ പോലെ ഒരു സംവിധായകനെ അസിസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കാം. അപ്പൊ ശരിക്കും അത് എങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ സിദ്ദിഖ് സാറിന്റെ ഒരു എന്താ പറയാ ഒരു ഗൈഡൻസ്? അല്ല, ആദ്യമേ തന്നെ സാറ് പറയുന്ന ഒരു കാര്യം തന്നെ, ഒരിക്കലും എന്നെ കണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ഞാൻ ചെയ്യുന്നത് കണ്ടു പഠിക്കുകയല്ല വേണ്ടത്, എന്ത് ചെയ്യരുത് എന്ന് കണ്ടുപിടിക്കുക, സിനിമയിൽ എന്താണ് കുഴപ്പം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അതാണ് പുള്ളിയുടെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി. പുള്ളി ഒരിക്കലും നമ്മളെ ഇത് എന്നെ പോലെ തന്നെ നിങ്ങൾ വരണം എന്ന് ഒരിക്കലും പറയില്ല. സാറിനെ പോലെ ഒരു ഹ്യൂമർ സിനിമ ചെയ്യാൻ ഒരിക്കലും എനിക്ക് പറ്റില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതിന് എത്ര വലിയ സിനിമ എടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയിൽ ഞാൻ എത്തിയാലും ഒരിക്കലും സിദ്ദിഖ് സാർ ചെയ്ത പോലെ വിയറ്റ്നാം കോളനി ഒരു സിനിമയോ റാംജിറോ സ്പീക്കിങ്ങോ പോലത്തെ ഒരു സിനിമ എനിക്ക് ഒരിക്കലും എടുക്കാൻ പറ്റില്ല. കാരണം അത് അത്രമാത്രം ഗംഭീരമായി ഇന്നും നമ്മൾ വിയറ്റ്നാം കോളനി പോലത്തെ സിനിമയോ അല്ലെങ്കിൽ ഗോഡ് ഫാദർ പോലത്തെ സിനിമ കണ്ടാൽ നമ്മൾ ഇപ്പോഴും ഇരുന്ന് കണ്ടുപോകും. ടി വിയിലൊരു ചെറിയ സീൻ വരുമ്പോൾ പോലും അങ്ങനെ കമ്പോസ് ചെയ്യാനോ അങ്ങനെ ഹ്യൂമർ ഭയങ്കര പാടാണ്. പറയാനും എഴുതാനും അത് പ്രസന്റ് ചെയ്യാനും ഭയങ്കര പാടാണ് ഹ്യൂമർ. അത്രയും നല്ല ആർട്ടിസ്റ്റുകൾ വേണം, അത്രയും നല്ല കഥ വേണം, സിറ്റുവേഷൻ വേണം, അത് നന്നായി ഷൂട്ട്. നമുക്ക് പറയാൻ ചിലപ്പോൾ എളുപ്പമായിരിക്കും, ആ സീൻ ഷൂട്ട് ചെയ്തെടുക്കുമ്പോൾ മനസ്സിലാവും അതിൻ്റെ ബുദ്ധിമുട്ട്. അത് എനിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഫോളോ ചെയ്തത് സാറിൻ്റെ ഫിലിം മേക്കിങ്ങിലെ ഡിസിപ്ലിൻ, സാറിൻ്റെ ഫിലിം മേക്കിങ്ങിൽ പുള്ളി എടുത്ത ഒരു ക്യാരക്ടറിനെ എടുക്കുമ്പോഴുള്ള പുള്ളിയുടെ ഇൻവോൾവ്മെന്റ്, അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോ നമ്പിനാരായണൻ സാറുമായിട്ടുള്ളൊരു വ്യക്തിപരമായിട്ടുള്ള ബന്ധം കൂടി സാറിനുണ്ട്. ഇപ്പൊ സാറിന്റെ ഒരു പുസ്തകം എഴുതി, ഓർമ്മകൾ ഭ്രമണപഥം ഡോക്യുമെന്ററി ചെയ്തു. പിന്നെ അതേ ഒരു പൂ വിരിയുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം പിന്നെ ശ്രീ മാധവൻ സംവിധാനം ചെയ്തിട്ടുള്ള റോക്കട്രിയുടെ കോ ഡയറക്ടർ ആയിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞ ആ ഒരു പാത്ത് എങ്ങനെയായിരുന്നു ശരിക്കും? അതായത് ആ സിനിമയുടെ കോ ഡയറക്ടർ ആയിട്ട് എത്തിപ്പെടാനുള്ള ആ ഒരു പാത്ത് എങ്ങനെയായിരുന്നു? ഇത് തന്നെയായിരുന്നു ഈ പറഞ്ഞ പോലെ? അതെ, ഞാൻ പുസ്തകം എഴുതി, അദ്ദേഹത്തെ പരിചയപ്പെട്ടു, അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്തു.
അങ്ങനെ ഒരുപാട് യാത്രയിൽ നിന്ന് കിട്ടിയ അദ്ദേഹത്തിനെ കുറിച്ചുള്ള കഥകൾ, അദ്ദേഹം പറഞ്ഞ കഥകളൊക്കെ ഈ പറയുന്ന ഞാൻ പരിചയപ്പെട്ട തുടങ്ങിയ ഏകദേശം 7 വർഷം കഴിഞ്ഞിട്ടാണ് പുസ്തകം എഴുതുന്നത്. അത്രയും കാലത്തിനിടയിൽ പുള്ളി പറഞ്ഞതെല്ലാം റിപ്പീറ്റ് ചെയ്യുമ്പോഴും സെയിം തന്നെയാണ്. അതായത് അതിനകത്തൊന്നും കള്ളമായിട്ടോ അല്ലെങ്കിൽ മറ്റൊന്നും നമുക്ക് തോന്നില്ല. ഭയങ്കര ക്ലാരിറ്റിയോടുകൂടിയാണ് പുള്ളി എല്ലാ മാറ്ററും പറയുന്നത്. ഇത് മുഴുവൻ കുറിച്ചെടുത്ത് വെച്ചിട്ട് പഠിച്ചിട്ടാണ് ആ പുസ്തകം എഴുതുന്നത്. അതിന്റെ ജേണിയാണ് ഞാൻ ആ ഡോക്യുമെന്ററി ആയിട്ട് ഷൂട്ട് ചെയ്തത്. മലയാള സിനിമ ശരിക്കും പറഞ്ഞാൽ ലോകോത്തര നിലവാരത്തിലേക്ക് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. അപ്പൊ സാറിന് ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് മലയാള സിനിമയിൽ ഒരാൾക്ക് സജസ്റ്റ് ചെയ്യാവുന്ന ഒരു സിനിമയായിട്ട്, അല്ലെങ്കിൽ സാർ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്, ലോകോത്തര നിലവാരമുള്ള സിനിമയാണെന്ന് സാറിന് പേഴ്സണലി തോന്നിയിട്ടുള്ള സിനിമ ഏതായിരിക്കും പറയുകയാണെങ്കിൽ? ഒരുപാട് സിനിമകൾ മലയാളത്തിൽ നിന്ന് ലോക സിനിമയെ ഞെട്ടിച്ച സിനിമകൾ വന്നിട്ടുണ്ട്. നമ്മളിപ്പം ഭരതൻ സാറിന്റെ വൈശാലി എന്ന് പറഞ്ഞ സിനിമ കണ്ടത്. അതെ അതെ. കാരണം അന്ന് ടെക്നിക്കലി നമ്മൾ ഒന്നും അല്ലാത്ത കാലത്ത് അതിഗംഭീരമായി സിനിമ എടുത്തു. ഞാൻ അതിനകത്ത് ലോകോത്തര നിലവാരമുള്ള ഒരു ഷോട്ട് തന്നെ എനിക്ക് അത്ഭുതം തോന്നിയത്, ഒരു മാനും ആ പയ്യനും വെള്ളം കുടിക്കുന്ന ഒരു അതെങ്ങനെ ഷൂട്ട് ചെയ്തു എന്നുള്ളതാണ്. അതൊന്നും മാൻ പെട്ടെന്ന് മനുഷ്യന്മാരുടെ അടുത്ത് നിൽക്കുന്നൊന്നുമില്ല. അതിങ്ങനെ ഓടി ഒരു നായ്ക്കുട്ടിയോ അല്ലെങ്കിൽ ഒരാടൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. മാൻ എങ്ങനെ ചെയ്യും? ഞാനത് കുറേ അന്വേഷിച്ചു. അപ്പം എനിക്ക് മനസ്സിലായത് ഇതിന് ഉപ്പെന്തോ കൊടുക്കും മാനിന്, അപ്പോൾ വെള്ളം കുടിക്കാൻ തോന്നുമല്ലോ, ഉപ്പ് കലക്കി കൊടുക്കുക, അങ്ങനെ എന്തോ ചെയ്തിട്ട് ഇത് വെള്ളം കുടിക്കാൻ തോന്നുകയും അത് ഓടി വന്നിട്ട് വെള്ളം കുടിക്കാനായിട്ട് വരുന്ന സമയം ഒരു ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിട്ട് മനുഷ്യനെയും വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. എത്രയോ സമയം എടുത്തു. അത് ഞാൻ പിന്നീട് അറിയുന്നൊരു ബാക്ക്ഗ്രൗണ്ട് കഥയാണ്, എനിക്കറിയില്ല അങ്ങനെ തന്നെയാണോ ചെയ്യുന്നത്. എനിക്ക് ആ സിനിമ കാണുമ്പോഴൊക്കെ എൻ്റെ ആലോചന ഇതെങ്ങനെ ഇവർ ഷൂട്ട് ചെയ്തു. അതുപോലെ ഓരോ ഫ്രെയിം ടു ഫ്രെയിം വരച്ച് സിനിമ ചെയ്തിരുന്ന ഒരു ലോകോത്തര നിലവാരമുള്ള ഒരു ഫിലിം മേക്കറായിരുന്നു ഭരതൻ. ഒരുപക്ഷെ നമ്മൾ സെലിബ്രേറ്റ് വേണ്ട വിധം സെലിബ്രേറ്റ് ചെയ്യാത്ത പപ്പനെ കുറിച്ചിട്ട് ഒരുപാട് സിനിമകൾ നമ്മൾ പറയാറുണ്ട്, ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. പക്ഷെങ്കിലും ഭരതൻ സാറിനെ കുറിച്ചിട്ട് അങ്ങനെ അത്രമേൽ പുള്ളിയുടെ ടെക്നിക്കൽ സ്കില്ലിനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ രാജമൗലിയും ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ അന്നത്തെ കാലത്ത് ഇന്ത്യയെ ഞെട്ടിച്ച സിനിമ ചെയ്ത ആളുകളാണ്. അതുപോലെ തന്നെ മൈ ഡിയർ കുട്ടിച്ചാത്തൻ പോലത്തെ സിനിമ അന്ന് കണ്ട വിപ്ലവമായിരുന്നു. പിന്നെ പടയോട്ടം പോലത്തെ സിനിമ ചെയ്ത നവോദയയിലെ ജിജോ സാറായിരുന്നു. പിന്നെ അധികം സിനിമ ചെയ്തില്ല, പക്ഷെ ചെയ്ത സിനിമകളൊക്കെ ക്ലാസ് സിനിമകളാണ്. അപ്പം അങ്ങനെ ലോകത്തെ ആകമാനം സിനിമ വളർന്ന കൂട്ടത്തിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് വളർന്ന സിനിമയാണ് മലയാള സിനിമ. അതിൽ നിന്ന് ഒരുപാട് സിനിമ, ഇപ്പോൾ കാലാപാനി പോലത്തെ സിനിമകൾ വന്നിട്ടുണ്ട്. പുതിയ കാലത്ത് ഇപ്പോൾ ലോക പോലത്തെ സിനിമകൾ വന്നിട്ടുണ്ട്. നമുക്ക് ലോക സിനിമകൾ കിടപിടിക്കാവുന്ന മഞ്ഞുമൽ ബോയ്സ് പോലത്തെ ചിദംബരത്തിൻ്റെ സിനിമകളൊക്കെ നമുക്ക് വേറൊരു പ്ലാറ്റ്ഫോമിൽ കൊണ്ട് വെക്കാം. നമ്മുടെ സിനിമയാണെന്ന് പറഞ്ഞിട്ട് വെക്കാൻ പറ്റുന്ന ഒരുപാട് സിനിമകൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്നുണ്ട്. സാറിന്റെ സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഡയലോഗാണ് ഇൻസൾട്ട് ആണ് മുരളി ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത്. അപ്പൊ സമൂഹ മാധ്യമങ്ങളിലൊക്കെ അത് വളരെ ചർച്ചയായിട്ടുള്ള, ഇപ്പൊ സ്റ്റിൽ അത് നമ്മുടെ ഡെയിലി കോൺവെർസേഷനിൽ പോലും വളരെ കാഷ്വൽ ആയിട്ട് സംസാരിക്കുന്ന ഒരു ഡയലോഗായിട്ട് മാറിയിട്ടുള്ള ഒരു ഇതാണ്. അപ്പൊ സാറിന്റെ ജീവിതത്തില് അത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്തായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അത് ലൈഫിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഡയലോഗ്? എന്റെ ലൈഫിൽ നിന്ന് തന്നെയാണ്. കാര്യം ഞാൻ സിമ്പിളായിട്ട് പറയാം, ഞാൻ പത്രത്തിൽ ജോലി ചെയ്യുന്നു, അത്യാവശ്യം 10 വർഷം ജോലി ചെയ്തു. എനിക്ക് രാംനാഥ് ഗോയങ്ക വളരെ അധികം അവാർഡൊക്കെ കിട്ടിയിട്ട് ഞാൻ അത്യാവശ്യം നല്ല പ്രൊഫൈൽ ഉണ്ടായിരുന്ന ഒരാളാണ്. ഞാൻ പറഞ്ഞത് എൻ്റെ കരിയറിൽ കുഴപ്പമില്ലാത്തൊരു പ്രൊഫൈലിൽ ഞാൻ നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് ഞാൻ രാജിവെക്കുന്നു. പിന്നെ ഞാൻ ബിഗ് സീറോ ആണ്. നമുക്ക് നോമാൻസിലാണ്. നമ്മളൊരു കല്യാണത്തിന് പോകാൻ പറ്റില്ല, നമ്മളൊരു ആൾ കൂടുന്ന സ്ഥലത്ത് പോകാൻ പറ്റില്ല. എന്താ പണിയെന്ന് ഒരു പണിയില്ല. ഇപ്പോൾ എറണാകുളത്ത് എന്തോ സിനിമ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നു എന്ന് പറയും. നമുക്കൊരു ഐഡൻറ്റിറ്റി ഇല്ല, അഡ്രസ്സില്ല, നമ്മളെവിടെ താമസിക്കുന്നു, നമ്മൾ അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ജോലി അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു പറഞ്ഞാൽ നമുക്ക് ഐഡൻറ്റിറ്റി ഇല്ലല്ലോ, നമ്മുടെ പേരില്ല, ഒന്നുമില്ല. അപ്പം അങ്ങനെ ജീവിക്കുന്ന സമയത്ത് നമ്മുടെ ഏറ്റവും അടുപ്പപ്പെട്ടവരെന്ന് വരെ വളരെ കുഞ്ഞായിട്ടുള്ള, അത് ഇൻസൾട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻസൾട്ട് വേണമെന്നില്ല, ചെറിയ ചെറിയ ചോദ്യങ്ങൾ ഒക്കെ മതി, എന്താണ് പണിയൊന്നുമില്ല എന്ന് ചോദിക്കുന്ന പോലത്തെ ഒരുപാട് ഇൻസിഡൻറ്റുകൾ ലൈഫിൽ വലുതും ചെറുതുമായിട്ടുള്ള ഉണ്ടായിട്ടുണ്ട്. അത് കരിയറിൽ നിന്ന സമയത്തും അല്ലാതെ ജോലി ഇല്ലാത്ത സമയത്തും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സിനിമയിലേക്ക് വന്ന സമയത്തൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് നമ്മൾ കൂട്ടി വെച്ചിരിക്കുന്നത്. ആ ഇൻസൾട്ട് എല്ലാവർക്കും, ഞാൻ പറഞ്ഞു, പലരും ഇപ്പോൾ അതൊരു സംവാദത്തിന് വരെ പലപ്പോഴും ചോദിക്കും ഇൻസൾട്ട് എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെന്റ് ആവുന്നത്. അത് നമ്മൾ പോസിറ്റീവായിട്ട് എടുത്താൽ, ഇൻസൾട്ടഡ് ആയിട്ടുള്ള ആളുകൾ ചിലപ്പം അവർക്ക് സഹിക്കാൻ പറ്റില്ല, ഒരു ആത്മഹത്യ ചെയ്യും. അതാണ് പലപ്പോഴും ഇൻസൾട്ടഡ് ആയി കഴിഞ്ഞാൽ അവർക്ക് സമൂഹത്തിന്റെ മുമ്പിൽ ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് തോന്നില്ല. അല്ലാത്തവൻ അത് സർവൈവ് ചെയ്യും, പിടിച്ചു നിൽക്കും. അങ്ങനെ ഇൻസൾട്ടിൽ പിടിച്ചു നിന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് നമ്പിനാരായണൻ എന്നാണ് പേര്. ഈ സമൂഹം മുഴുവൻ പുള്ളീനെ ഇത് ചെയ്തിട്ട് അത് മുഴുവൻ ലൈഫിൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് സൂക്ഷിച്ച് പത്മഭൂഷൺ വാങ്ങിയ ഒരു മനുഷ്യൻ എൻ്റെ മുമ്പിലുണ്ട്. അപ്പം നമുക്ക് എഴുതാൻ പറ്റുന്ന ഏറ്റവും നല്ല വാചകം എന്ന് പറഞ്ഞാൽ ഇൻസൾട്ടാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത്. ഒരു ചോദ്യം കൂടി സാർ, ഇപ്പോൾ സാറിന്റെ ക്യാപ്റ്റൻ ആയിക്കോട്ടെ, വെള്ള ആയിക്കോട്ടെ, ഇപ്പൊ റിയൽ ലൈഫ് ഇൻസിഡൻസ് നമ്മൾ
ഇതുപോലെ സിനിമയാക്കുന്ന സമയത്ത്, വിഷ്വലിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത്, സിനിമ ബിസിനസ് ആ ഒരു കാര്യം കൂടി എടുക്കുന്ന സമയത്ത് എത്രത്തോളം സത്യസന്ധത അതിനോട് പുലർത്താൻ പറ്റിയിട്ടുണ്ടാവും സാറിന് ആ കഥകൾ പറയുന്ന സമയത്ത്? വലിയ പ്രയാസമാണ് സിനിമ, ഈ റിയൽ ലൈഫ് സിനിമ എടുക്കുന്നത്. കാരണം ഒന്ന് ഈ ക്യാപ്റ്റനാവട്ടെ, അദ്ദേഹം മരിച്ചു പോയെങ്കിലും അദ്ദേഹത്തിന് ചുറ്റുമുള്ള ആളുകൾ മുഴുവൻ ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് അവരെ ഹേർട്ട് ചെയ്യാൻ പറ്റില്ല. ഹേർട്ട് ചെയ്യാതെ സിനിമ ഉണ്ടാക്കണം. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ വിടും. അതിനകത്ത് വിട്ടു എന്നല്ല അർത്ഥം, നമുക്ക് മാറ്റി നിർത്തേണ്ടി വരും. അതിനകത്തേക്ക് കൂടുതലായിട്ട് ഇപ്പോൾ കൊമേഴ്സ്യൽ എലമെൻ്റായിട്ട് പലതും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. പുള്ളിയുടെ ജീവിതകാലത്ത്, പുള്ളിയുടെ കരിയറിൽ പുള്ളി കാണിച്ചിട്ടുള്ള ഭയങ്കരമായ എക്സൈറ്റിംഗ് ആയിട്ടുള്ള പല സാധനങ്ങളും ഉണ്ട്. അത് പക്ഷേ സിനിമയിൽ എനിക്ക് പറയാൻ പറ്റിയില്ല. പറ്റിയാൽ ആളുകൾ വിചാരിക്കാത്ത സിനിമയ്ക്ക് വേണ്ടി കൊമേഴ്സ്യൽ നമ്മൾ കുത്തി നിറച്ചെന്ന് വിചാരിക്കും, കൊമേഴ്സ്യൽ ആക്കാൻ വേണ്ടി. ഒരിക്കലും അല്ല. അദ്ദേഹം അത്രയ്ക്ക് ഹീറോയിക് ആയിട്ടുള്ള പല കാര്യങ്ങളും ജീവിതത്തിൽ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ലിമിറ്റ് ചെയ്താണ് സിനിമയ്ക്കകത്ത് കാണിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. എന്തായാലും ഒരു റിയൽ ലൈഫ് സ്റ്റോറി ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിനോട് നീതി കാണിക്കാൻ നമ്മൾ ഒരുപാട് പരിശ്രമിക്കേണ്ടി വരും. ഇപ്പോൾ വെള്ളമാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നിന്ന് ഒരു 25% നമ്മൾ എടുത്തിട്ടുള്ളൂ. ബാക്കി നമ്മൾ ഫിക്ഷനൈസ് ചെയ്തും നമ്മൾ അറിഞ്ഞ മറ്റു പലരുടെയും ജീവിതത്തിൽ നിന്ന് എടുത്തിട്ടാണ് സിനിമ ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. താങ്ക് യു സാർ, താങ്ക് യു ഫോർ യുവർ ടൈം. അപ്പോൾ ഇത്രയും നേരം നമുക്ക് വേണ്ടിയിട്ടൊരു സമയം ചെലവഴിച്ച് തന്നിട്ടുള്ള സാറിന് നന്ദി അറിയിക്കുകയാണ്. ഇനിയും സാറിൻ്റെ ഒരു മലയാള സിനിമയ്ക്ക് സാറിൽ നിന്ന് ഒരുപാട് നല്ല ബയോപിക്കുകളും ഇതേപോലെ റിയലിസ്റ്റിക് സ്റ്റോറീസും ഒക്കെ നമുക്ക് പ്രേക്ഷകർക്ക് ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. താങ്ക് യു സാർ. മുതിർന്ന മാധ്യമ പ്രവർത്തകനും മലയാള മനോരമ മുൻ സീനിയർ സ്പെഷ്യൽ കറസ്പോണ്ടന്റുമായ ഇ സോമനാഥന്റെ ഓർമ്മകൾക്ക് 4 വയസ്സ്. രാഷ്ട്രീയം, പരിസ്ഥിതി തുടങ്ങിയ മേഖലകളിൽ തിളങ്ങിയ മികച്ച മാധ്യമ പ്രവർത്തകരിൽ ഒരാളായിരുന്നു സോമനാഥ്. അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസമായ ജനുവരി 28 വ്യാഴാഴ്ച അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരുടെ ഇ സോമനാഥ് ഫ്രെറ്റർണിറ്റിയും കേരള മീഡിയ അക്കാദമിയും ചേർന്ന് തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, മന്ത്രി പി. രാജീവ്, പന്ന്യൻ രവീന്ദ്രൻ, മീഡിയ അക്കാദമി ചെയർമാൻ R.S. ബാബു, സെക്രട്ടറി S.S. അരുൺ, സണ്ണി ജോസഫ്, ഡോക്ടർ സത്യഭാമ ദാസ് ബിജു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. രാഷ്ട്രീയം സൂക്ഷ്മതയോടെ വിലയിരുത്തുമ്പോഴും പരിസ്ഥിതി പത്രപ്രവർത്തനത്തെ താൽപര്യപൂർവ്വം പിന്തുടർന്നിരുന്ന വ്യക്തിയായിരുന്നു ഇ സോമനാഥ് എന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. ഫ്രെറ്റേണിറ്റി ചെയർമാൻ പന്ന്യൻ രവീന്ദ്രൻ അധ്യക്ഷനായി. സോമേട്ടൻ്റെ ഒരു സ്മരണ നമ്മൾ പുതുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും മനസ്സിലൊരു വിങ്ങലായി, ഒരു പ്രയാസമായി അദ്ദേഹം നിൽക്കുകയാണ്. ഇത്ര പെട്ടെന്ന് നമ്മളെ കൂടെ നിന്ന് അദ്ദേഹം പോകുമെന്ന് നമ്മൾ ആരും ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായിരുന്നു അദ്ദേഹം. നമുക്ക് എല്ലാവർക്കും അദ്ദേഹമായിട്ട്, അതുപോലെ ഈ വേദിയിലിരിക്കുന്നവർക്കും അവിടെ ഇരിക്കുന്നവർക്കും എല്ലാവർക്കും വ്യക്തിപരമായ വലിയൊരു ഹൃദയബന്ധം അദ്ദേഹത്തിനായിട്ടുണ്ടായി. അതൊരു ബന്ധങ്ങളെല്ലാം, വ്യക്തിബന്ധങ്ങളെല്ലാം വളരെ ഭംഗിയായി സൂക്ഷിക്കാൻ നന്നായി അറിയാവുന്ന ഒരാളായിരുന്നു. ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ആഴത്തിലുള്ള പഠനവും നല്ല വായനയും നല്ല സാമൂഹ്യ ബോധവും, കിട്ടുന്ന ഒരു വാർത്ത കൃത്യമായ ഒരു വാർത്തയായിട്ട് പ്ലേസ് ചെയ്യാനുള്ള മിടുക്കുമല്ല അദ്ദേഹത്തിനുണ്ടായിരുന്നു. വാർത്തകൾ കണ്ടെത്താനുള്ള പ്രത്യേകമായ കഴിവുണ്ടായിരുന്നു. മാധ്യമ പ്രവർത്തനത്തിനിടയിൽ ഒരു മാസക്കാലമെങ്കിലും കാട്ടിൽ കഴിയുകയാണ്. കാടെന്താണെന്ന് മനസ്സിലാക്കുക. ഈ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ തൻ്റെ ശാസ്ത്ര പത്രപ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കാനും തൻ്റെ രാഷ്ട്രീയ പത്രപ്രവർത്തനത്തെ പോലും ഉജ്ജ്വലമാക്കാനും സോമൻ ഉപയോഗിച്ചിരുന്നു. അക്കാര്യത്തിൽ ഒരു പക്ഷപാതവും ഇല്ലാതെ കാര്യങ്ങൾ പറയുമായിരുന്നു. ഇവിടെ നടുത്തളത്തെ പറ്റിയൊക്കെ സൂചിപ്പിച്ചു. ഒരു മധു എന്ന് പറയുന്ന ഒരു ആദിവാസി ചെറുപ്പക്കാരനെ ആളുകൾ വളഞ്ഞിട്ടടിച്ച് കൊന്നു കഴിഞ്ഞതിന് ശേഷം സഭയിൽ അടിയന്തര പ്രമേയം വരികയാണ്. ആ അടിയന്തര പ്രമേയത്തിൽ ഒരു കോൺഗ്രസിൻ്റെ MLA അവിടെ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് പ്രസംഗിക്കുകയാണ്. പറയുന്നു, പുലിയും കാട്ടുപോത്തും മധു ഗുഹയിൽ കഴിഞ്ഞപ്പോൾ ആക്രമിക്കാൻ ചെന്നില്ല, പക്ഷേ ഇപ്പോൾ മനുഷ്യരുടെ കൂട്ടത്തിലുള്ളവർ ആക്രമിച്ചു കൊന്നിരിക്കുന്നു. സോമനത് തൻ്റെ നടുത്തളത്തിൽ എഴുതിയപ്പോഴത്തേക്ക് പറഞ്ഞു, ഒരു പ്രാസം കൊണ്ടിങ്ങനെ പറയാം, പക്ഷേ കേരളത്തിലെ കാട്ടിൽ കാട്ടുപോത്തില്ല, കാട്ടുപോത്തുള്ളത് ആസാമിലെ കാടുകളിൽ മാത്രമാണ്. പറയേണ്ടത് പറയേണ്ട സമയത്ത് പറഞ്ഞ് തിരുത്തിപ്പോകുന്ന ഒരു ശീലം
അത് സോമനുണ്ടായിരുന്നു. അങ്ങനെ കാടിനെ, പ്രകൃതിയെ തിരിച്ചറിഞ്ഞ സോമൻ്റെ പേരിൽ, സോമൻ്റെ ഓർമ്മ കൂടി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പുതിയ ഒരു തവള വർഗത്തിന് പുതിയ പേര് നൽകിയ ഡോക്ടർ ബിജുവിനോടുള്ള ഞങ്ങളുടെ സ്നേഹവും ഞങ്ങളുടെ ആദരവും എല്ലാം ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. ഇതോടുകൂടി ഈ ലക്കം മാധ്യമജാലകം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.